ആദ്യം ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. നമ്മൾ മുമ്പ് പങ്കുവച്ചതുപോലെ ഓൺ പാസീവ് ഇപ്പോഴും നിലവിലുണ്ട്. എങ്കിലും മുൻ സന്ദേശങ്ങളിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, അതായത് നമ്മൾ മഹത്തായതും ധീരവും മനോഹരവുമായ പങ്കുവച്ച സ്വപ്നം എന്ന് വിശേഷിപ്പിച്ച സ്ഥലത്തേക്ക് നമ്മെ എത്തിക്കാൻ അതിന് കഴിയില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച്, നിലവിലെ പ്രയോറിറ്റി പ്ലേസ്മെന്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പ്രയോറിറ്റി പ്ലേസ്മെന്റ് സെലക്ഷൻ പ്രോസസ് ഫോർ വിക്ടറി വിത്ത് ആഷ് ധാരാളം പറയുകയും ഊഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രക്രിയ അവസാനിച്ചിട്ടില്ലെന്ന് ദയവായി അറിയുക. വാസ്തവത്തിൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനെ വിമാനത്തിൽ കയറുന്നതുപോലെ കരുതുക. നന്ദി, സൂസി. ചില തന്ത്രപരമായ പരിഗണനകൾ കാരണം ചില യാത്രക്കാരെ ആദ്യം ബോർഡ് ചെയ്യാൻ ക്ഷണിക്കുന്നു. എന്നാൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഇടമുണ്ട്. നമ്മൾ എല്ലാവരും ഒരേ ലക്ഷ്യസ്ഥാനവും ഒരേ സ്വപ്നവുമാണ് പങ്കുവയ്ക്കുന്നത്. ക്രമീകൃതവും വിജയകരവുമായ ഒരു യാത്രയ്ക്ക് വേണ്ടി ചിലരെ മറ്റുള്ളവർക്ക് മുമ്പായി ഇരുത്തുന്നു എന്ന് മാത്രം. എന്നാൽ ഉറപ്പുവരുത്തുക, നല്ല വിശ്വാസത്തോടെ കപ്പലിൽ കയറാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധാരാളം ഇടമുണ്ടാകും. ക്ഷണിക്കപ്പെടാത്ത വ്യക്തികൾ മുൻകാലങ്ങളിൽ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാക്കിയവർ മാത്രമാണ്. സത്യസന്ധതയില്ലാതെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായി നെഗറ്റീവ് സ്വഭാവം കാണിക്കുകയോ ചെയ്തവർ നമ്മൾ ഒരുമിച്ച് പടുത്തുയർത്തുന്ന ഭാവിയുടെ ഭാഗമായിരിക്കില്ല. സത്യത്തിൽ അത്തരം ആളുകൾ വളരെ കുറവാണ്. അവരിൽ ഭൂരിഭാഗവും അപേക്ഷ പൂരിപ്പിക്കാൻ പോലും മെനക്കെട്ടില്ല. അവർ സ്വയം മായ്ക്കപ്പെടുക ആയിരുന്നു. സന്തോഷവാർത്ത, ഗുഡ് ന്യൂസ്. ഈ സന്ദേശം വായിക്കുമ്പോൾ തന്നെ വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോം അതിലെ ആദ്യ അംഗങ്ങളെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ആദ്യ ഗ്രൂപ്പ് സ്ഥിരീകരിച്ചാൽ നമ്മൾ അടുത്ത തരംഗത്തിലുള്ള അംഗത്വത്തിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങും. ഈ പുതിയ സംവിധാനം ശുഭാപ്തി വിശ്വാസത്തോടെയും സഹകരണത്തോടെയും നല്ല ഉദ്ദേശത്തോടെയും ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇടവും അവസരവും നൽകുന്ന തരത്തിൽ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണ്. ഒരുമിച്ച് നമ്മൾ ഭൂതകാലത്തെ ഉപേക്ഷിച്ച് വാഗ്ദാനങ്ങളും ഐക്യവും ലക്ഷ്യബോധവും നിറഞ്ഞ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ പങ്കുവച്ച സ്വപ്നം ഇനി ചക്രവാളത്തിൽ മാത്രമല്ല, അത് പറന്നുയരുകയാണ്.